ഹലോ, ഗുഡ് ഈവനിങ്. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡൽഹിയിൽ അതിപ്രധാനമായിട്ടുള്ള ഒരു യോഗം നടന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഡൽഹിയിൽ ഒത്തുകൂടി. രാഹുൽ ഗാന്ധിയുടെയും മറ്റുള്ള നേതാക്കന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ വലിയ ചർച്ച നടന്നു, ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ. ഇത്ര കാലം ഐക്യം നിൽക്കുമെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ഡൽഹിയിലൊരു പ്രസ്താവന അങ്ങനെയാണ് വന്നത്. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. എനിക്കൊരു കാര്യം അറിയിക്കാനുണ്ട്. സൗദി അറേബ്യയിൽ മാസപ്പിറവി കണ്ടു. ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ നാളെ റമദാൻ വ്രതാരംഭമാണ്. കേരളത്തിൽ എന്ന് നോമ്പ് തുടങ്ങുമെന്ന് നാളെ മാത്രമേ അറിയാൻ കഴിയൂ. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഗൾഫ് നാടുകൾ, സൗദി അറേബ്യയിലാണ് മാസപ്പിറവി കണ്ടത്. ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലാണ് നാളെ വ്രതാരംഭം തുടങ്ങിയ റമദാൻ. കേരളത്തിൽ എന്നാണ് ഇത് തുടങ്ങുന്നത് എന്ന് നാളെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. KPCC നേതൃത്വം ചർച്ച ചെയ്യാതെ ഹൈക്കമാൻഡ് വിളിച്ച കേരളത്തിലെ കോൺഗ്രസ് നേതൃയോഗം നടന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് എന്നും പുനഃസംഘടന ചർച്ചയായില്ലെന്നും AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി 24-നോട് പറഞ്ഞു. I have already said in the press briefing, so there is nothing. Yes, there is a strategy and the roadmap on coming election in local body as well as the assembly of Kerala. Any sense of restructuring Kerala? No, it was not discussed. നേതാക്കൾ തമ്മിലുള്ള അനൈക്യം ദോഷം ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നും പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും രമേശ് ചെന്നിത്തല 24-നോട്. കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു. യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും പ്രസംഗിച്ചു. പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കളക്റ്റീവ് ലീഡർഷിപ്പ്, അതാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സംഘടനാ ചുമതല അദ്ദേഹം വിശദീകരിച്ചല്ലോ. കളക്റ്റീവ് ലീഡർഷിപ്പായിട്ട് പാർട്ടി മുന്നോട്ട് പോകും. എല്ലാവരും ഒരുമിച്ച് നിൽക്കും. ഇനി നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേതൃമാറ്റമല്ല, ഭരണമാറ്റമാണ്. അതിനുവേണ്ടി മുന്നോട്ട് പോകാനാണ്. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാനാണ്. ഈ മാധ്യമങ്ങളെ കാണുന്ന ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളെ കാണുന്നതിനൊന്നും എതിരില്ല. പക്ഷെ മാധ്യമങ്ങളെ കാണുമ്പോൾ നമ്മൾ പാർട്ടി ലൈൻ അനുസരിച്ച് സംസാരിക്കണം. വിനീത VG ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പാർട്ടിയിൽ പലപ്പോഴും പ്രകടമാകുന്ന അനൈക്യം കേരളത്തിൽ UDF-നുള്ള അവസരം നഷ്ടപ്പെടുത്തുമെന്ന് രാഹുൽ ഗാന്ധി ഇവരെ ബോധ്യപ്പെടുത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തൊക്കെയാണ് വിനീത മറ്റു വിഷയങ്ങൾ ഇവർ സംസാരിച്ചു എന്ന് പറയുന്നത്? തീർച്ചയായും എസ്കെൻ, ഈ യോഗത്തിലെ ചർച്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദാംശങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം രാഹുൽ ഗാന്ധിയുടെ ഒരു നിർദ്ദേശം തന്നെയാണ്. നേതാക്കൾക്കിടയിലെ അനൈക്യം അത് ദോഷം ചെയ്യുമെന്നാണ് യോഗത്തിൽ രാഹുൽ ഗാന്ധി അറിയിച്ചത്. ഒപ്പം തന്നെ ഭിന്നിപ്പ് പരസ്യമാക്കുന്നത് പാർട്ടി സാധ്യതകളെ ബാധിക്കുമെന്നും രാഹുൽ ഗാന്ധി യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ പാർട്ടിക്ക് മികച്ച നേതാക്കളും സംഘടനാ ശേഷിയുമുണ്ടെന്ന് ഹൈക്കമാൻഡ് യോഗത്തിൽ പറഞ്ഞു. ഒപ്പം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ വിജയം അത് നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് എങ്കിൽ നേടാൻ കഴിയുമെന്ന നേതാക്കളോട് രാഹുൽ ഗാന്ധി പറഞ്ഞതായാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പാർട്ടിയുടെ ഐക്യത്തിനായി എന്ത് സഹകരണത്തിനും താൻ തയ്യാറാണെന്ന യോഗത്തിൽ VD സതീശൻ അറിയിച്ചിട്ടുണ്ട്. ഈ VD സതീശന്റെ ഈ നിലപാടിനെ K സുധാകരൻ പിന്തുണച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. തന്റെ അഭിപ്രായവും അതുതന്നെയാണെന്നാണ് സുധാകരൻ യോഗത്തിൽ അറിയിച്ചത്. പരസ്പരം കുറ്റപ്പെടുത്തലുകളും ഒപ്പം തന്നെ പരസ്യ പ്രതികരണവും ഒഴിവാക്കാം എന്ന് യോഗത്തിൽ അതൊരു നിർദ്ദേശം എന്നതുള്ളതല്ല, ക്ഷമിക്കണം, അത് യോഗത്തിൽ ഒന്നായി നേതാക്കൾ എടുത്ത ഒരു തീരുമാനമാണ്. ഇന്നത്തെ യോഗത്തിന്റെ ഒരു കൂട്ടായ തീരുമാനമാണ് അത് എന്ന് കൂടി നമുക്ക് പറയാം. ഒപ്പം തന്നെ ശശി തരൂർ ഇന്ന് യോഗത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം CPIM-നെതിരെ പ്രചരണം ശക്തമാക്കണമെന്നാണ് യോഗത്തിൽ ശശി തരൂർ പറഞ്ഞത്. പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ശശി തരൂർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരസ്പരം പഴിചാരലുകൾ ഒഴിവാക്കണം, അത് പാർട്ടിക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല ഈ തെരഞ്ഞെടുപ്പുകൾ കൂടി അടുക്കുന്ന സാഹചര്യത്തിലെന്നും ശശി തരൂർ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ ഭരണമാറ്റം അനിവാര്യമാണെന്നാണ് യോഗത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ വിലയിരുത്തിയത്. UDF-നെ അധികാരത്തിലെത്തിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യും കോൺഗ്രസ് എന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിട്ടുണ്ട്. ഈ അടിച്ചമർത്തുന്നവരെയും ഒപ്പം തന്നെ വർഗീയ മുന്നണികളെയും ജനങ്ങൾ പരാജയപ്പെടുത്തുമെന്നും ഈ യോഗത്തിൽ രാഷ്ട്രീയ തന്ത്രങ്ങളും സംസ്ഥാനത്തിന്റെ ഭാവിയുമാണ് ചർച്ച ചെയ്തതെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും നമ്മൾ നേരത്തെ ചെന്നിത്തലയൊക്കെ പറഞ്ഞതുപോലെ, രമേശ് ചെന്നിത്തലയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഈ നേതൃമാറ്റമല്ല, പക്ഷെ അതേസമയം ഭരണമാറ്റമാണ് ഞങ്ങൾ ചർച്ച ചെയ്തതെന്നാണ് നേതാക്കൾ പറയുന്നത്.
ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ തരത്തിലേക്കുള്ള ഭിന്നിപ്പുകൾ പുറത്തു കൊണ്ടുവരുന്ന രീതിയിലേക്കുള്ള പരസ്യ പ്രതികരണങ്ങളിലേക്ക് പോകരുത്. അത് പാർട്ടിക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ് നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്കുള്ള ഈ പ്രതികരണങ്ങളും ഒപ്പം ഈ വാദപ്രതിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ അവസാനിപ്പിക്കാൻ എന്ന് നേതാക്കൾ കൂട്ടായ ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. നേതാക്കളുടെ പ്രതികരണങ്ങളാവാം, പക്ഷെ അത് പാർട്ടി ലൈനിനപ്പുറത്തേക്ക് പോകരുത് എന്നൊരു നിർദ്ദേശമാണ് യോഗത്തിൽ എടുത്തിരിക്കുന്നത്. നേതാക്കളുടെ പ്രതികരണമൊക്കെ തന്നെ ഹൈക്കമാൻഡ് കൃത്യമായി നിരീക്ഷിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒരു കൂട്ടായ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക എന്നൊരു നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ് യോഗത്തിൽ ചർച്ചയായതെന്നും പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ആ ചർച്ചകൾ പോയില്ലെന്നും ദീപാദാസ് മുൻഷി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്, അവർ 24-ഓടുകൂടി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനാണ് ഈ ഘട്ടത്തിൽ ഹൈക്കമാൻഡ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു വിനീത വിജി. ഡൽഹിയിൽ എന്തായാലും വളരെ കാര്യമാത്ര പ്രസക്തമായ ചർച്ച നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പ് നേതൃമാറ്റത്തെക്കാൾ ഭരണമാറ്റത്തിലായിരിക്കും കോൺഗ്രസ് നേതാക്കൾ ഇനി ഊന്നൽ നൽകേണ്ടത്. ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് മറന്ന മട്ടാണ്. കാര്യം മറക്കേണ്ടി വരുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ് വരെ ഒന്നിച്ചു പോകുമോ എന്ന വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച യുവതി മരിച്ചു. കുറ്റിക്കാട്ടൂർ ചെമ്മരത്തൂർ സ്വദേശി ജിസ്നയാണ് മരിച്ചത്. കഴിഞ്ഞ 13 ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവർ ചികിത്സയിലായിരുന്നു. മിഥില ബാലൻ മറ്റു വിവരങ്ങൾ നൽകും കോഴിക്കോട് നിന്ന്. മിഥില, പ്രൈം ടൈമിലേക്ക് സ്വാഗതം, പറയൂ. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 13 ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു ഈ സ്ത്രീ ഉണ്ടായിരുന്നത്. ജിസ്ന എന്നാണ് പേര്, 38 വയസ്സുണ്ട്, കുറ്റിക്കാട്ടൂർ സ്വദേശിയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യമെന്നാൽ മുൻ കേസുകളിൽ, അതായത് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് നേരത്തെ ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ വെള്ളക്കെട്ടിൽ കുളിച്ച അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെള്ളങ്ങൾ ഉപയോഗിച്ച ഒരു ഹിസ്റ്ററി അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു കേസിൽ അത്തരമൊരു ഹിസ്റ്ററി ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ പറയുന്നത്. എന്തുതന്നെയായാലും പ്രദേശത്ത് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കിണറുകളിൽ പരിശോധന നടക്കുന്നുണ്ട്, ക്ലോറിനേഷൻ നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ യുവതി ഗർഭിണിയായിരുന്നു, 5 മാസം ഗർഭിണിയായിരുന്നു. ഈ ഒരു ചികിത്സയ്ക്കിടെ, അതായത് ഈ 13 ദിവസത്തിനിടെ ഈ ഗർഭം അലസിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തുതന്നെയായാലും ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകൾക്കിടയിൽ ചെറിയ ആശങ്കയുണ്ട്. കാരണം എങ്ങനെയാണ്, എവിടുന്നാണ് ഇത്തരത്തിലുള്ള ഒരു രോഗം എത്തിയത് എന്ന ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. SKN. ഓക്കെ, താങ്ക് യു മിഥില ബാലൻ. കോഴിക്കോട് നിന്നാണ് മിഥില നമുക്കൊപ്പം ചേർന്നത്. ഇനിയൊരു മോഷ്ടാവിൻ്റെ ഭാഗ്യദോഷത്തെക്കുറിച്ച് പറയാം. കൊച്ചിയിലെ മോഷണ ശ്രമത്തിനിടെ മോഷ്ടാവ് രക്ഷപ്പെട്ട് ഓടുന്ന ദൃശ്യം CCTVയിൽ പതിഞ്ഞു. ആ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുക. എടക്കാട്ടു വയലിൽ വീട്ടമ്മയെ കത്തി കാണിച്ച് മാല മോഷ്ടിക്കാൻ ശ്രമിച്ച മോഷ്ടാവ് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ CCTV വഴി പുറത്തായത്. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ മോഷണ ശ്രമം നടന്നത്. ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. എത്രമാത്രം വിരുദ്ധമുള്ള ഒരാളാണെന്ന്. ആ കള്ളൻ ആദ്യത്തെ സ്കൂട്ടറിലാണുള്ളത്. പ്രേക്ഷകർക്ക് സംശയം വല്ലതും തോന്നിക്കാണെന്ന് വിചാരിച്ചാണ് ആ കള്ളൻ ഒരു പോക്ക് പോയി. പക്ഷേ ആ കള്ളൻ മിക്കവാറും പോലീസ് വലയിലേക്കായിരിക്കും ചെന്ന് കയറുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം തന്നെ പിടിച്ചോളണം, ഇനി നമ്മൾ സമയം നീട്ടി വയ്ക്കരുത്. കാരണം നല്ല വേഗത്തിലാണ് പോകുന്നത്. YS അഭിനന്ദ് ചേരുന്നു. കള്ളൻ്റെ പിറകെയാണോ അഭിനന്ദേ? പറയൂ. ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു എറണാകുളം എടക്കാട്ടു വയലിൽ വീട്ടമ്മയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മാല മോഷണത്തിനുള്ള ശ്രമം ഉണ്ടായത്. എന്തായാലും പ്രദേശവാസിയായ സിസിരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുളന്തുരുത്തി പോലീസ് സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇതിനെ എന്തായാലും കള്ളനെ പാട്ടിലാക്കുന്ന രീതിയിലുള്ള ഒരു CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വകാര്യ ബസ്സിൽ ഘടിപ്പിച്ച ക്യാമറയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ഏറ്റവും നിർണായകമായത്. ആ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ മുളന്തുരുത്തി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് കത്തി കാണിച്ച് ഇത്തരത്തിലേക്ക് ഭീഷണിപ്പെടുത്തി മാല
മാല കവർന്ന് ഓടുവാൻ ശ്രമിച്ചത്. ഈ സിസിലിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ചാണ് ഈ പ്രതി ഇവിടെ എത്തിയത് എന്ന് സിസിലി നേരത്തെ പോലീസിന് മൊഴി നൽകിയിരുന്നു. അതിനെ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്കൂട്ടറിൽ കയറിയാണ് കള്ളൻ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. സ്വകാര്യ ബസിന്റെ CCTVയിലാണ് ഇത്തരത്തിലേക്ക് സ്കൂട്ടറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും മുളന്തുരുത്തി പോലീസ് ഈ കള്ളനെ പിടിയിലാക്കുവാനുള്ള സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഈ സിസിലി മുളന്തുരുത്തി പോലീസിൽ എത്രയും വേഗം തന്നെ പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇതിനോടൊപ്പം തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നു. അന്വേഷണത്തിൽ കൂടുതൽ നിർണായകമാകുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പലയിടത്തും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. YS അബിനാണ് വിവരങ്ങൾ നൽകിയത്. മാത്യു പറയുന്നു ഹായ് ഗുഡ് ഈവനിങ് എന്ന് പറയുന്നു. ഗുഡ് ഈവനിങ്. നിഷ പറയുന്നു അളിയോ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ജാഗ്രത. ആരെയായി അളിയാന്ന് വിളിച്ചത്? അളിയൻ്റെ അളിയനെയാണോ? ശശി ചോദിക്കുന്നു ഡിയർ SKN, കോൺഗ്രസിൻ്റെ വിവരം പറഞ്ഞ ശേഷം SKN ഒരു ചിരി ചിരിച്ചു, നല്ല ചിരി. അതിൻ്റെ പൊരുളൊന്ന് വിശദീകരിക്കാമോ? നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. ചിരിക്കാൻ തോന്നിയാൽ നമ്മൾ ചിരിക്കും, കരയാൻ തോന്നിയാൽ നമ്മൾ കരയും. എന്താ ചിരി ഒളിപ്പിച്ച് വെക്കണമായിരുന്നു? അതല്ല, ഞാൻ ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങളിനി അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആലോചിക്കേണ്ട. ഈ കോൺഗ്രസ് നേതാക്കന്മാർ, ഒരുപാട് നല്ല നേതാക്കന്മാരുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ്സിന് നല്ല ലക്ഷ്യങ്ങളുണ്ട്, വലിയ ചരിത്രമുള്ള പാർട്ടിയുമാണ്. ഈ ഐക്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവരിന്ന് ഇത് പറയും, 2 ദിവസം കഴിയുമ്പോൾ അവർ തന്നെ ഇത് ലംഘിക്കാനും സാധ്യതയുണ്ട്. ഇത്തവണ അങ്ങനെ ഉണ്ടാകത്തില്ലല്ലോ എന്നാലോചിച്ചപ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് ചിരിച്ച ഇത് സന്തോഷാശ്രുവാണ്. മലപ്പുറത്ത് കാട്ടാനയുടെ ജഡത്തിൽ നിന്ന് കൊമ്പുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ പ്രതി പിടിയിലായി. വഴിക്കടവ് ഡീസൻ്റ് കുന്ന് സ്വദേശി വിനോദാണ് വനംവകുപ്പിൻ്റെ പിടിയിലായത്. ആനക്കൊമ്പുകൾ കണ്ടെടുത്തു. ആന ചരിഞ്ഞപ്പോൾ ആന എന്തോ അസുഖം വന്ന് ചരിഞ്ഞെന്നാണ് കരുതിയത്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ബിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. ബിപിൻ, എന്താണ് ശരിക്കും ഉണ്ടായത്? SKN, കഴിഞ്ഞ ബുധനാഴ്ചയാണ് 2 മാസം പഴക്കമുള്ള ആനയുടെ ജഡം ഈ വഴിക്കടവ് ഡീസന്റ് മുക്ക് എന്നുള്ള സ്ഥലത്ത് നിന്ന് കണ്ടെത്തുന്നത്. ഇത് നെല്ലിക്കുത്ത് വനമേഖലയാണ്. അപ്പോൾ ഇത് കണ്ടെത്തിയപ്പോൾ ഈ ജഡത്തിൽ കൊമ്പുകൾ ഉണ്ടായിരുന്നില്ല, ആനക്കൊമ്പുകൾ ഉണ്ടായിരുന്നില്ല. അതോടുകൂടി തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് ഇത് വനംവകുപ്പ് മുന്നോട്ട് പോയത്. നിലമ്പൂർ നോർത്ത് DFOയുടെ നേതൃത്വത്തിലായിരുന്നു P. കാർത്തിക് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ശാസ്ത്രീയമായ ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ ഡീസന്റ് മുക്കിൽ തന്നെയുള്ള അതിൻ്റെ അടുത്ത് തന്നെയുള്ള ആളാണ് ഈ പ്രതി എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. വിനോദ് എന്നാണ് പേര്. ഇയാൾ ഈ കൊമ്പുകൾ എടുത്തതിന് ശേഷം ആനയുടെ ജഡം കണ്ടു. അത് ജീർണിച്ച നിലയിൽ കണ്ടതിന് ശേഷം അതിൽ നിന്ന് ആനക്കൊമ്പുകൾ ഊരിയെടുക്കുകയായിരുന്നു. വിൽപ്പനയായിരുന്നു ലക്ഷ്യം. അങ്ങനെ അത് എടുത്തതിന് ശേഷം ഇയാളുടെ പറമ്പിലുള്ള ഒരു പൊട്ടക്കിണറ്റിൽ ചാക്കിൽ കെട്ടി അത് താഴ്ത്തി വെക്കുകയായിരുന്നു. ഒരു വിൽപ്പനയ്ക്ക് എപ്പോഴാണോ സാധ്യമാവുന്നത് അപ്പോഴെടുത്ത് വിൽക്കുന്നതായിരുന്നു എന്ന് ഉദ്ദേശം. എന്നാൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ മൊബൈലൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണത്തിൽ ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുകയാണ്. മഞ്ചേരിയിലെ ഫോറസ്റ്റ് കോടതിയിൽ നാളെ ഈ ആനക്കൊമ്പും പ്രതിയെയും ഹാജരാക്കുകയും ചെയ്യും. SKN. ബിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. പലരും നാളെ നോയമ്പാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, മാസപ്പുറ കണ്ട കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ കാര്യം. സൗദി അറേബ്യയിൽ മാസപ്പിറവി കണ്ടു. നാളെ റംസാൻ വ്രതാരംഭം അവിടെ തുടങ്ങുന്നു. ഗൾഫ് രാജ്യങ്ങൾ നാളെയാണ് റമദാൻ ആരംഭം. ഇവിടുത്തെ എന്നാണെന്ന് നാളെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്ക് സമരം ചെയ്യുന്നതിനിടെ ഹെൽത്ത് വോളണ്ടിയേഴ്സിനെ നിയമിക്കാൻ ആരോഗ്യവകുപ്പ്. പുതിയ വോളണ്ടിയേഴ്സിന് പരിശീലനം നൽകാൻ മാർഗനിർദ്ദേശവും സർക്കാർ പുറത്തിറക്കിയെന്നാണ് അറിയുന്നത്. 50 പേരുള്ള 30 ബാച്ചിന് പരിശീലനം നൽകും. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, എന്താണ് ശരിക്കും ഉണ്ടായത്? ഈ സമരത്തെ പൊളിക്കാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ നീക്കമാണോ? തീർച്ചയായും SKN, ഇന്നത്തെ നേരിടാൻ സർക്കാരിൻ്റെതായ കാര്യങ്ങൾ ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പുതിയൊരു നീക്കം നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനം, ഈ സംസ്ഥാനത്ത് ആകെ 1500 പുതിയ ഹെൽത്ത് വോളണ്ടിയേഴ്സിനെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവർക്ക് ട്രെയിനിങ് നൽകാനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പേരെ നിയമിക്കാൻ പോകുന്നത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ്. ഇവിടെ ഏകദേശം 150 പേർക്ക് വീതം ട്രെയിനിങ് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഒരു ബാച്ചിൽ 50 പേർ എന്ന നിലയിൽ 5 ബാച്ചുകൾ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ട്രെയിനിങ് നൽകും. അതുകൂടാതെ കോട്ടയം, പാലക്കാട് ജില്ലകളിൽ 4 ബാച്ചുകൾ വീതം, അതായത് 120 പേർക്ക് വീതം ട്രെയിനിങ് നൽകാനും തീരുമാനിച്ചു. എന്തായാലും ഇതിനുവേണ്ടിയുള്ള തുക അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ ഉത്തരവിറക്കി. 11,70,000 രൂപയാണ് ഇപ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടി ചെലവായി അനുവദിച്ചിരിക്കുന്നത്. ഒരു ബാച്ചിന് 31
ാണ് ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള ചെലവായി കണക്കാക്കുന്നത്. എന്തായാലും ആശാ വർക്കേഴ്സിന്റെ സമരം ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ നേരിടാനുള്ള പുതിയ മാർഗം ഇപ്പോൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നു. NHMനെ കൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ മറ്റൊരു ഉത്തരവ് ഇറക്കിയിരുന്നു. അത് ഈ ഹെൽത്ത് വോളണ്ടിയർ, പ്രത്യേകിച്ച് ഇമ്മ്യൂണൈസേഷൻ, കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ് അടക്കം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് അനുവദിക്കാൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ പകരം ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നുള്ള നിർദ്ദേശം നാഷണൽ ഹെൽത്ത് മിഷൻ നൽകിയിരുന്നു. അത് പ്രകാരമാണ് ഈ ഹെൽത്ത് വോളണ്ടിയേഴ്സ്, അതായത് ആശാ വർക്കേഴ്സ് എന്ന പേരിലല്ല, പകരം ഹെൽത്ത് വോളണ്ടിയേഴ്സ് എന്ന പേരിലായിരിക്കും ഇവർക്ക് ട്രെയിനിങ് നൽകുക. ഇവർക്ക് ഈ ട്രെയിനിങ് ലഭിച്ച ശേഷം ഇവർ ഇത്തരത്തിൽ ആശാ വർക്കേഴ്സിന് സമാനമായ ജോലികൾ തന്നെയാണ് അവർ ചെയ്യേണ്ടത്. ആ ജോലികൾ ചെയ്യുമ്പോൾ അവർക്ക് അതിന് മറ്റു തുകയും നൽകുമെന്നും കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അത് ഒരു ഉത്തരവായി ഇറങ്ങിയിരിക്കുന്നു. 11,70,000 രൂപ സംസ്ഥാനത്ത് മുഴുവനായി പുതിയ ഹെൽത്ത് വർക്കേഴ്സിന് വേണ്ടി, ഹെൽത്ത് വോളണ്ടിയേഴ്സിന് വേണ്ടി അനുവദിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ കണക്ക് 800ഓളം ആശാ വർക്കേഴ്സാണ് ഇപ്പോൾ സമരത്തിൽ ഉള്ളത് എന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ ഈ 1,500ഓളം പേർക്ക് ട്രെയിനിങ് നൽകുന്നതോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൂട്ട്. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. ഉറ്റവരെ മകൻ കൊലപ്പെടുത്തിയതിൻ്റെ നൊമ്പരം താങ്ങാൻ കഴിയാതെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ഇന്ന് തിരുവനന്തപുരത്ത് വിമാനമിറങ്ങി. പ്രിയപ്പെട്ടവരുടെ കബറിടത്തിൽ മനമുരുകി അബ്ദുൾ റഹീം പൊട്ടിക്കരഞ്ഞുപോയി. സൗദി അറേബ്യയിലെ ദമാമിൽ നിന്ന് ഇന്ന് രാവിലെ നാട്ടിലെത്തിയ അബ്ദുൾ റഹീം ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഭാര്യ ഷെമിയെയും പോയി കണ്ടു. വാക്കുകളാൽ വിവരിക്കാൻ കഴിയുന്നതിനും അപ്പുറം വൈകാരികതയിലായിരുന്നു അബ്ദുൾ റഹീം. സ്വന്തം മകൻ ക്രൂരമായി കൊന്നുതള്ളിയ ഇളയ മകൻ അഫ്സാൻ, ഉമ്മ സൽമ ബീവി, സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാജിദ ബീവി, 4 പേരുടെയും കബറിടത്തിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. താഴെപ്പങ്ങോട് കുടുംബ വീട്ടിലെത്തിയ ശേഷമാണ് പള്ളിയിലെ കബറിടത്തിൽ അബ്ദുൾ റഹീം വന്നത്. രാവിലെ ദമാമിൽ നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയ ശേഷം ആദ്യം ശ്രീഗോകുലം മെഡിക്കൽ കോളേജിലെത്തി ഭാര്യ ഷെമിയെ കണ്ടു. കട്ടിലിൽ നിന്ന് വീണു പരിക്കേറ്റതാണെന്ന് പറഞ്ഞ ഷെമി മക്കളെക്കുറിച്ചും അബ്ദുൾ റഹീമിനോട് ചോദിച്ചു. റഹീമിന്റെ കൂടെ കയറി കാണാൻ കഴിഞ്ഞു. കണ്ടപ്പോഴത്തേക്ക് റഹീമിനെ തിരിച്ചറിയുകയും കയ്യിൽ പിടിക്കുകയും ചെയ്തു. അവർ റിക്കവർ ചെയ്ത് വരും, കുഴപ്പമില്ല, അവർ റിക്കവറായി വരും. സംസാരിക്കുന്ന വ്യക്തമായി തിരിഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും. അത് റഹീമിന് മനസ്സിലാവുന്നുണ്ട്. റഹീം അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് 7 വർഷമായി നാട്ടിൽ വരാനാകാതെ ദമാമിൽ കഴിയുകയായിരുന്നു അബ്ദുൾ റഹീം. സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിലാണ് റഹീമിന് തിരികെ നാട്ടിലേക്ക് വരാൻ വഴി തുറന്നത്. 24 തിരുവനന്തപുരം. എന്തായാലും കരളുലഞ്ഞാണ് ഇന്ന് ഇദ്ദേഹം വിമാനമിറങ്ങിയത്. പല പ്രേക്ഷകരും നമ്മോട് തന്നെ പറയുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തോട് പ്രതികരണം തേടരുത് എന്ന്. നമ്മുടെ വാർത്താലേഖകരോടൊക്കെ നമ്മളത് പറഞ്ഞിരുന്നു. ആരും ഒരു വാർത്താ ചാനലിൻ്റെയും ആളുകളൊന്നും ഇദ്ദേഹത്തോട് പ്രതികരണം ചോദിച്ചില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിലടിക്കുന്ന കടൽ എന്താണെന്ന് നമുക്കറിയാം. ഇന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് താങ്ങാൻ കഴിയാത്ത കാര്യങ്ങളാണ്. വ്യാജ ലൈംഗിക പീഡന പരാതികളിൽ സുപ്രധാന ഉത്തരവുമായി ഹൈക്കോടതി. പരാതിക്കാരിയെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കരുത്. പ്രതിയുടെ ഭാഗവും പോലീസ് അന്വേഷിക്കണം. പരാതി വ്യാജമാണ് എന്ന് കണ്ടെത്തിയാൽ പരാതിക്കാരിക്കെതിരെ അതികർശനമായ നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി ഇന്ന് നിർദ്ദേശിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. ശ്രീകാന്ത്, ചില ഒറ്റപ്പെട്ട സംഭവത്തിലെങ്കിലും ഈ ചില പരാതികൾ ഇങ്ങനെ പുരുഷന്മാർക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട് എന്ന് നേരാണ്. പലരും ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കോടതി വിധി വളരെ പ്രധാനമാണ് എന്ന് വരുന്നു. പറയൂ. കേരള ഹൈക്കോടതിയിൽ നിന്നും വന്നിട്ടുള്ള ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ സിംഗിൾ ബെഞ്ചിൽ നിന്നും വന്നിട്ടുള്ള ഈ ഉത്തരവ് ഇനി അങ്ങോട്ടുള്ള ഇത്തരത്തിലുള്ള കേസുകളിൽ സുപ്രധാനമായ നാഴികക്കല്ലാകാൻ പോകുന്ന വിധിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു തൊഴിൽ ഉടമയെ, അവിടുത്തെ തൊഴിലാളി പണിയെടുക്കാതിരുന്നതിന് ആ തൊഴിലുടമ സ്ത്രീ കൂടിയായ ഒരു പരാതിക്കാരി, ഇതിലെ പരാതിക്കാരിയാണ്, അവരെ പിരിച്ചുവിട്ടു. അപ്പോൾ തന്നെ അവർ പറഞ്ഞത് ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം എന്ന് അവിടെ വെച്ച് വെല്ലുവിളിച്ച് അവർ പോകുന്നു. അതിനുശേഷം തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അവർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നു. പോലീസ് നിലവിലെ നാട്ടിലെ ഒരു നിയമമനുസരിച്ച് പരാതിക്കാരിയിൽ നിന്നും ഒരു പരാതി കിട്ടി, കണ്ണും പൂട്ടി കേസെടുക്കുകയും ചെയ്തു.
പക്ഷേ ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ആ തൊഴിലുടമ കോടതിയിലെത്തുകയും ഈ ഓഡിയോ അടക്കം കോടതി മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തു. കോടതിക്ക് കാര്യം ബോധ്യമായി. ആ വ്യക്തിക്ക്, തൊഴിലുടമയ്ക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. അതിനിടയിലാണ് കോടതി സുപ്രധാനമായ ഈ കാര്യം പറയുന്നത്. ലൈംഗിക പീഡന പരാതിയിൽ പരാതിക്കാരികൾ മാത്രം കണ്ണടച്ച് വിശ്വസിക്കരുത്, പ്രതിയുടെ ഭാഗം കൂടി പോലീസ് ഇനി മുതൽ അന്വേഷിക്കണം എന്നാണ് കോടതി പറയുന്നത്. ഇക്കാര്യത്തിൽ തൊഴിൽപരമായ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പോലീസ് ഭയപ്പെടുന്നുണ്ട്, അത് കോടതിക്കറിയാം. പക്ഷേ പൂർണ്ണമായ നിയമസംരക്ഷണം ഞങ്ങൾ ഉറപ്പു തരും എന്നാണ് കോടതി ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അതായത് സ്ത്രീകൾ പരാതി നൽകിയാൽ കേസെടുത്തില്ലെങ്കിൽ അത് വിവാദമാവുകയും പിന്നീട് തങ്ങൾക്ക് തൊഴിൽപരമായി ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഭയമുണ്ട്. അതിനാൽ അവർ കേസ് വേഗം അങ്ങ് എടുക്കാറാണ് പതിവ്. ഇനി അത് വേണ്ട, അന്വേഷിക്കൂ, ശരിയെങ്കിൽ മാത്രം കേസെടുത്താൽ മതി, നിങ്ങൾക്ക് എല്ലാ സംരക്ഷണവും തരാം എന്നാണ് കോടതി പറയുന്നത്. നിരപരാധികളായ ആളുകൾക്കെതിരെ ഗുരുതരമായ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പ്രവണത ഇന്ന് നിലനിൽക്കുന്നു എന്ന് കോടതി പറയുന്നു. തെറ്റായ ആരോപണങ്ങളാൽ ഒരു പൗരനുണ്ടാകുന്ന നഷ്ടം പണം കൊണ്ട് മാത്രം നികത്താനാകില്ല. തെറ്റായ ഒരു പരാതിയിലൂടെ ഒരു വ്യക്തിയുടെ സത്യസന്ധത, സമൂഹത്തിലെ സ്ഥാനം, പ്രശസ്തി എന്നിവയെല്ലാം നശിപ്പിക്കപ്പെടും എന്നും കോടതി പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ലൈംഗിക പീഡന കേസിൽ കുറ്റാരോപിതനായ ആർക്കെങ്കിലുമെതിരെ പരാതി കിട്ടിയാൽ അതിൽ നടപടിയെടുക്കണമെങ്കിൽ ഇനി വൃത്തിയായി പോലീസ് അന്വേഷിക്കണം. അത് വ്യാജ പരാതിയാണെങ്കിൽ പരാതി നൽകിയ ആൾക്കെതിരെയും കേസടക്കം എടുക്കാം എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ആരോടെങ്കിലും പക തീർക്കാൻ ഇത്തരം കേസുകളുമായി മുന്നോട്ട് പോകും മുമ്പ് ഒന്ന് ഓർത്തിരുന്നാൽ നല്ലതാണ്. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ്. പലപ്പോഴും പോലീസുകാർ തന്നെ സമ്മർദ്ദത്തിലാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രൻ ചിറയിൽ പറയുന്നു, കോടതി ഇത്തിരി വൈകിപ്പോയി, നിയമത്തിൻ്റെ ദുരുപയോഗം വളരെയധികം നടക്കുന്നു എന്നാണ് പറയുന്നത്. ചില ആൾക്കാർ എൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. നല്ല തീരുമാനമാണിത്. കാരണം നിരപരാധി ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. മാത്രവുമല്ല, എന്തെങ്കിലും കാരണത്താൽ ഒരാളോട് പകപോക്കാൻ വേണ്ടി ഇത്തരം നിയമങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് നേരിട്ടറിയാവുന്ന അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കോടതി വിധി വന്നത് എന്തായാലും പോലീസുകാരെ സമ്മർദ്ദത്തിൽ നിന്ന് മോചിപ്പിക്കും. അവർക്ക് കൃത്യമായിട്ട് അന്വേഷണം നടത്താം. പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ നടപടിയെടുക്കുകയും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പല പ്രേക്ഷകരും വീണ്ടും ചോദിക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ മാസപ്പിറവി കണ്ടു. ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകളിൽ നാളെ റമദാൻ വ്രതാരംഭം തുടങ്ങും. കേരളത്തിൽ എന്ന് നോമ്പ് തുടങ്ങുമെന്ന് നാളെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. ജലീൽ കണ്ണമംഗലം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നും തത്സമയം ചേരുകയാണ്. ജലീൽ, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സൗദിയും ഒമാനും ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം നാളെ റമദാൻ ആരംഭിക്കുകയാണ്. സൗദിയിലെ സമീറിലാണ് ഇന്ന് ആദ്യം മാസപ്പിറവി കണ്ടത്. സൗദിയിലെ ഹോത്താസുദേർ, ജമീർ ഷക്ര, തബൂക്ക്, ദമാം, അരീഖ് ഉൾപ്പെടെ രാജ്യത്തിന്റെ പല ഭാഗത്തും മാസപ്പിറവി നിരീക്ഷിക്കാൻ ഔദ്യോഗിക സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. മാസം കണ്ടതായി ബന്ധപ്പെട്ടവരുടെ സ്ഥിരീകരണം ലഭിച്ചതോടെയാണ് ഇക്കാര്യം സൗദി സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്നത്. നാളെ മുതൽ വിശ്വാസികൾ നോമ്പെടുക്കുകയാണ്. സൗദിയിൽ മാസം കണ്ടതോടെ മറ്റു GCC രാജ്യങ്ങളിലും മറ്റു പല അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലും നാളെ തന്നെ റമദാൻ ആരംഭിക്കുകയാണ്. ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള പുണ്യമുള്ള ദിനങ്ങളാണ് ആരംഭിക്കുന്നത്. ഒരു മാസക്കാലം പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വിശ്വാസികൾ നോമ്പെടുക്കുന്നു. ആരാധനാ കർമ്മങ്ങൾക്ക് 10 മടങ്ങ് പുണ്യം ലഭിക്കുന്ന മാസം കൂടിയാണ് റമദാൻ. അതുകൊണ്ട് തന്നെ മുസ്ലിം പള്ളികളും മറ്റും സജീവമാവും. ഖുർആൻ പാരായണം വർദ്ധിക്കും. ദാനകർമ്മങ്ങൾ, നമസ്കാരം, പള്ളികളിൽ ഭജനം ഇരിക്കൽ തുടങ്ങിയവെല്ലാം വർദ്ധിക്കുകയാണ്. നോമ്പെടുക്കുന്നതിന് മുമ്പുള്ള അത്താഴം, നോമ്പ് മുറിക്കുമ്പോഴുള്ള ഇഫ്താർ എന്നിവ റമദാൻ മാസത്തിന്റെ പ്രത്യേകതകളാണ്. രാത്രിയിൽ നടക്കുന്ന തറാവീഹ് നമസ്കാരം റമദാന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ഈ നമസ്കാരം നിർവഹിക്കാൻ പള്ളികളിലെല്ലാം ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. റമദാനിലെ ആദ്യത്തെ 10 ദിവസം കാരുണ്യത്തിന്റെയും രണ്ടാമത്തെ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം ചേരുകയായിരുന്നു. ഇനി കേരളത്തിൽ വ്രതാരംഭം തുടങ്ങുന്നതിനെക്കുറിച്ച് ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. ഷഹദ്, കേരളത്തിലെ അവസ്ഥ എങ്ങനെയാണ്? നമുക്ക് എന്തെങ്കിലും വിവരം ഇതിനെക്കുറിച്ച് ലഭിച്ചിട്ടുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. അല്പസമയം മുൻപ് കേരള ഹിജൽ കമ്മിറ്റിയുടെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് കേരളത്തിൽ എവിടെയും മാസപ്പിറവി കണ്ടതായി വിവരം ലഭിക്കാത്തതിനാൽ ഷവ്വാൽ 30 പൂർത്തിയാക്കി റംസാൻ 1 മാർച്ച് 2 ഞായറാഴ്ച ആയിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഹിലാൽ കമ്മിറ്റിയുടെ വാർത്താക്കുറിപ്പാണ്.
അത് ഒരു വിഭാഗത്തിൻ്റെത് മാത്രമാണ്. ബാക്കി പൊതുവായിട്ടുള്ളത്, അതായത് സുന്നി ഉൾപ്പെടെയുള്ള ആളുകളുടെ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ സ്ഥിരീകരണം അത് നാളെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. നിലവിൽ സമസ്തയിൽ നിന്നോ പാണക്കാട്ട് നിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അത്തരം മേഖലകളിൽ നിന്നോ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ അറിയിപ്പും ഉണ്ടായിട്ടില്ല. നാളെ മാസപ്പിറവി ദർശിക്കുന്നതിനായിട്ട് പ്രത്യേക സജ്ജീകരണങ്ങൾ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. നാളെ ഒരു 7 മണിയോടുകൂടിയായിരിക്കും, അതായത് 6 മണി മുതൽ ഇത്തരത്തിൽ മാസപ്പിറവി ദർശിച്ചോ എന്നത് സംബന്ധിച്ച നിരീക്ഷണം തുടങ്ങും. ഒരു 7 മണി 8 മണി ആകുമ്പോഴേക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ഓക്കെ, താങ്ക് യു ഷഹദ് റഹ്മാൻ. കോഴിക്കോട് നിന്നാണ് ഷഹദ് ചേർന്നത്. എന്തായാലും നാളെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്, കിണറ്റിൽ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം വാണിയമ്പലം താഴേക്കുറ്റിയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ബംഗാൾ സ്വദേശിയുടെ മൃതദേഹമാണ് കണ്ടത്. 2 ദിവസമായി ഇയാളെ കാണാനില്ലായിരുന്നു. വണ്ടൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കോഴിക്കോട് കൊടുവള്ളിയിൽ MDMAയുമായി ഒരു ഡോക്ടർ പിടിയിലായി. പാലക്കാട് കരിമ്പ സ്വദേശി വിഷ്ണുരാജാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 15 ഗ്രാം MDMA പിടിച്ചെടുത്തു. മിഥില ബാലൻ ചേരുന്നു കോഴിക്കോട് നിന്ന്. മിഥില, വിശദാംശങ്ങൾ. ഒരു ഡോക്ടറാണ്, ദന്ത ഡോക്ടറാണ് ഇപ്പോൾ MDMAയുമായി പിടിയിലായിട്ടുള്ളത്. 15 ഗ്രാമാണ് ഇയാൾ താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം 2 പ്രതികൾ കൂടി ഈ സംഭവത്തിൽ ഉണ്ട് എന്നാണ്. ഈ 2 പേരും ഈ ഡോക്ടർക്കൊപ്പം മുറിയിലുണ്ടായിരുന്നു. ഇവർ ആരെ എന്ത് അത്തരം ഡീറ്റെയിൽസ് എല്ലാം അല്പസമയത്തിനകം പോലീസ് പുറത്തുവിടും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിലിപ്പോൾ പിടിയിലായിട്ടുള്ളത് പാലക്കാട് സ്വദേശിയാണ്. പാലക്കാട് കരിമ്പ കളിയോട് കണ്ണൻകുളങ്ങര വിഷ്ണുരാജ്, 29 വയസ്സാണ്. ഇയാളാണ് പിടിയിലായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഇയാൾ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ്. MDMA വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ്. 2016 മണാശ്ശേരി മെഡിക്കൽ കോളേജിൽ പഠിച്ച് ഡെന്റൽ ബിരുദം നേടിയ ഒരു ഡോക്ടറാണ് ഇയാൾ. കോഴിക്കോടും മലപ്പുറത്തുമുള്ള മൊത്ത വിതരണക്കാരിൽ നിന്നാണ് ഇയാൾ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന്, MDMA മാത്രമല്ല മറ്റ് മയക്കുമരുന്നുകളും ഇയാൾ ഉപയോഗിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് ടൗൺ, NIT, കൊടുവള്ളി, മുക്കം എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ MDMA വിതരണം ചെയ്യുന്നത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണ്. 2 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. ആ 2 പേരുടെ വിവരം അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. SKN. ഓക്കെ, താങ്ക് യു മിഥില ബാലൻ. സജു ശിവദാസൻ ചോദിക്കും, SKN ലഹരിക്കടത്തുകാരുടെ പേരും അഡ്രസ്സും ഫോട്ടോയും ഒക്കെ കാണിക്കാൻ പേടിയുണ്ടോ? അവരുടെ പേരും വിലാസവും എല്ലാം പറയണമെന്നേ, എന്നാലേ ഇവരിതൊക്കെ നിർത്തൂ. എന്നാലും ഇവർ നിർത്തത്തൊന്നുമില്ല. അത് അവർക്ക് ലൈസൻസായി മാറും. എന്തായാലും ഞങ്ങളുടെ പേരും ഫോട്ടോയും വിലാസവും ഒക്കെ ആൾക്കാർ കിട്ടിയില്ലേ, ഇനിയിപ്പോൾ ലൈസൻസ് ആയില്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇവരുടെ പേര് വെളിപ്പെടുത്താൻ നമുക്ക് അധൈര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊന്നും വിചാരിച്ചു കളയരുത്. അങ്ങനെയാണ് എത്രയോ ആളുകളുടെ പേരും മേൽവിലാസവും ഓരോ ദിവസവും നമ്മൾ പുറത്തു വിടുന്നത്. ഫിഷറീസ് വകുപ്പിൽ വിവിധ തസ്തികകളിലേക്ക് നടന്ന പരീക്ഷയുടെ ചോദ്യങ്ങൾ ചോർന്നു എന്നാരോപിച്ച് ഉദ്യോഗാർത്ഥികൾ ഇന്ന് ഗവർണർക്ക് പരാതി കൊടുത്തു. പരാതിയിൽ കഴമ്പുണ്ടെന്ന് ഫിഷറീസ് വകുപ്പ് മേധാവി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഗവർണർക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും തത്സമയം ചേരുന്നു. സൂരജ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ, ഈ പരാതി നേരത്തെ വന്നിരുന്നല്ലോ, ഇതിലെ അന്വേഷണം ഇല്ലാതെ പോയതുകൊണ്ടാണോ ഇപ്പോൾ ഇവർ ഗവർണർക്ക് പരാതി കൊടുത്തിരിക്കുന്നത്? SKN നേരത്തെ ഈ പരാതി ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ഫിഷറീസ് വകുപ്പ് മേധാവി തന്നെ നടത്തിയ അന്വേഷണത്തിൽ ഈ പരാതിയിൽ കഴമ്പുണ്ടെന്നും അതൊരു സ്വതന്ത്ര അന്വേഷണ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ഡയറക്ടർ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിന്മേൽ തുടർ നടപടി ഉണ്ടാകാതെ പോയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഗവർണറെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ ഫിഷറീസ് വകുപ്പിലേക്ക് നടന്ന 3 തസ്തികയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, അതോടൊപ്പം തന്നെ ഫിഷറീസ് ഓഫീസർ, പ്രൊജക്ട് ഓഫീസർ എന്നിങ്ങനെ 3 തസ്തികയിലേക്ക് നടന്ന ഈ പരീക്ഷയിലെ ചോദ്യങ്ങൾ ചോർത്തി എന്നുള്ളതായിരുന്നു ഈ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വകുപ്പ് ഡയറക്ടർ തന്നെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയിട്ടും ഇതിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികൾ ഗവർണർക്ക് ഇപ്പോൾ പരാതി സമർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ കുഫോസിലെ വിദ്യാർത്ഥികൾക്ക് 95% പേരും കയറിയത് ഈ കുഫോസിലെ വിദ്യാർത്ഥികളാണ്. അവർ കയറിയതിന് പിന്നിൽ ഈ ചോദ്യം ചോർത്തിയാണ് ഇവർ കയറിയതെന്ന ആരോപണമാണ് ഉദ്യോഗാർത്ഥികൾ ഉയർത്തുന്നത്. പക്ഷേ ഇതിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് സർക്കാരിൻ്റെ തന്നെ ഡയറക്ടർ ശുപാർശ ചെയ്തിട്ടും അതിൽ അന്വേഷണം ഉണ്ടാകാതെ പോയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഗവർണറെ സമീപിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സൂരജ് സജിയാണ് വിവരങ്ങൾ തൃശ്ശൂരിൽ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മലയാളികൾക്ക് ബന്ധമുള്ള 1650 കോടി രൂപയുടെ ലോൺ ആപ്പ് തട്ടിപ്പിൽ ചൈനീസ് ബന്ധം സ്ഥിരീകരിച്ച ED. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറാണ് ഇത് പറയുന്നത്. ചൈനയിലെ തട്ടിപ്പുകാരുമായിട്ട് ഈ പരിപാടിക്ക് ബന്ധമുണ്ടെന്ന്. സിംഗപ്പൂർ വഴിയാണ് ചൈനീസ് തട്ടിപ്പുകാർ ഈ ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നത്. മലയാളി പ്രതികൾ മാത്രം തട്ടിപ്പിന് ഉപയോഗിച്ചത് 96 ക്രിപ്റ്റോ അക്കൗണ്ടുകളെന്നും ED കണ്ടെത്തിയിരിക്കുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പാണിതെന്നാണ് ED വ്യക്തമാക്കുന്നത്.
ഓൺലൈൻ തട്ടിപ്പിൽ ചൈനീസ് ബന്ധം നേരത്തെ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ സംശയാതീതമായി അക്കാര്യം ഇപ്പോൾ തെളിയുകയാണ്. മലയാളി ബന്ധമുള്ള 1650 കോടിയുടെ ലോൺ ആപ്പ് തട്ടിപ്പിൽ ചൈനീസ് ബന്ധം ED സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അറസ്റ്റിലായ മലയാളികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് വിവരം ലഭിച്ചത്. അസം, മുംബൈ, പഞ്ചാബ്, ഡൽഹി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചും തട്ടിപ്പ് നടന്നതായും മലയാളി പ്രതികൾ മാത്രം തട്ടിപ്പിനുപയോഗിച്ചത് 96 ക്രിപ്റ്റോ അക്കൗണ്ടുകളാണെന്നും ED വ്യക്തമാക്കുന്നു. അതേസമയം തട്ടിപ്പ് തുക ഇനിയും ഉയരുമെന്നാണ് ED കണക്കുകൂട്ടൽ. കൂടുതൽ മലയാളികളും ഉത്തരേന്ത്യൻ സ്വദേശികളും തട്ടിപ്പ് റാക്കറ്റിന്റെ ഭാഗമായി ഉണ്ടെന്ന് ഏജൻസിക്ക് വിവരമുണ്ട്. ഇവരെ ചോദ്യം ചെയ്യുന്നതിന് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും കേരളം കണ്ട ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പാണിതെന്നും ഏജൻസി ചൂണ്ടിക്കാട്ടുന്നു. 24 കൊച്ചി. എന്തായാലും EDയുടെ കണ്ടെത്തൽ വളരെ പ്രധാനമാണ്. രാജ്യാന്തര മാനങ്ങളുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇത്രയും വലിയൊരു തട്ടിപ്പ് മലയാളികളോട് ഇൻവോൾവ് ചെയ്ത് നടന്നു എന്നറിയുമ്പോൾ അതിന് ചൈനയുമായി ബന്ധമുണ്ട് എന്ന് വരുന്നിടത്ത് നമ്മുടെ വിദേശ നയങ്ങളിൽ പോലും ഇത് റിഫ്ലക്റ്റ് ചെയ്തു എന്ന് വരാം. അത്ര വലിയൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇനി വേറൊരു വാർത്തയിലേക്ക്. കൊച്ചി സീപോർട്ട് എയർപോർട്ട് റോഡിൽ ഓടുന്ന KSRTC ബസ്സിൽ നിന്ന് വിദ്യാർത്ഥി പുറത്തേക്ക് തെറിച്ചു വീണു. തൃക്കാക്കര കാർഡിനൽ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടിയുടെ പരിക്ക് എന്തായാലും ഭാഗ്യം ഗുരുതരമല്ല. അപകടശേഷം ബസ് നിർത്താതെ പോകുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങൾ ഇതാണ്. പ്രിയപ്പെട്ടവരെ, ആ ദൃശ്യം കണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അഭിനന്ദ്, ഈ നിർത്താതെ പോയ ബസ്സിനെ പിന്നീട് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞോ, പിടികൂടിയോ? എന്താണ് അവരുടെ അഭിപ്രായം? SK എന്തായാലും അത്ഭുതകരമായ രക്ഷപ്പെടലെന്ന് മാത്രമേ ഇതിനെ പറയുവാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പോലീസ് ഈ KSRTC ബസ് ഡ്രൈവറെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 4 മണിക്കും 4:15 ഇടയിലാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന് ആലുവ ഭാഗത്തേക്ക് പോയുള്ള KSRTC ബസ് വള്ളത്തോൾ ജംഗ്ഷനിൽ വെച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. സമീപത്തുള്ള കടയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കുട്ടി തെറിച്ച് ബസ്സിൽ നിന്ന് വീഴുകയായിരുന്നു റോഡിലേക്ക്. സാരമായ ഒരു പരിക്കുകൾ മാത്രമാണുള്ളത്. എന്തായാലും അത്ഭുതകരമായ ഒരു രക്ഷപ്പെടൽ എന്ന് മാത്രമേ പറയുവാൻ സാധിക്കുള്ളൂ. കൈക്കും തലയ്ക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഉടനെ സമീപത്തുള്ള ആളുകൾ ഒക്കെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. എന്തായാലും പരിക്ക് ഗുരുതരമല്ല എന്ന് തന്നെയാണ് സമീപത്തുള്ള കട ഉടമകളും മറ്റ് പ്രദേശവാസികളും നമ്മളോട് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും രക്ഷിതാക്കൾ ഈ KSRTC ബസ് ഡ്രൈവർക്കെതിരെയും KSRTC ബസ്സിനെതിരെയും പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസ് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു. അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. KP മൊയ്തീൻ പറയുന്നു, ഈ പോയിക്ക് പോയാൽ എന്ത് വിശ്വാസ്യതയിലാണ് നമ്മൾ ഡോക്ടർമാരെ കാണുന്നത്. ഇവനൊക്കെ ഏത് പല്ലും പറിച്ച് കളയുമെന്നാണ് പറയുന്നത്. ഇനി ഒരു ദന്ത ഡോക്ടറെയാണ് MDMA പിടികൂടിയത്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, അങ്ങനെ നമ്മൾ അവിശ്വസിച്ചിട്ട് നമുക്ക് ഡോക്ടറെ കാണാതിരിക്കാൻ പറ്റൂ. അതേസമയം മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ഡോക്ടേഴ്സ് മാത്രമല്ല, കേരളത്തിലെ പല പ്രൊഫഷണലുകളും ഈ MDMA പോലുള്ള മാരക മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അത് ഡോക്ടേഴ്സിൽ മാത്രം ചുരുക്കണ്ട, പല ആളുകളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവരെയൊക്കെ പിടികൂടാൻ കഴിയുന്നത് തന്നെ വലിയ പ്രയാസമായിരിക്കും. പക്ഷേ ഇത് എന്തായാലും കേരളം ഇങ്ങനെ പോകാൻ കഴിയില്ല എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യം. കാര്യം ഇതിൻ്റെ കടയറുത്ത് വീഴ്ത്തിയേ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ കട പൂട്ടും. നിർമ്മല രാജൻ, നമ്മുടെ സ്ഥിരം പ്രേക്ഷക പറയുകയാണ്, എന്തായാലും ഇവിടെ മദ്യം, മയക്കുമരുന്ന്, കൊള്ള, അവിഹിതം, പീഡനം എല്ലാം കൂടി ഒരു മസാല പരുവമായി എന്നാണ് പറഞ്ഞത്. എന്തായാലും 24 ഉള്ളത്തെ കാലം ഇതൊക്കെ കാണും. ഇതൊക്കെ കാണാതിരിക്കേണ്ട അവസ്ഥ വരണം, ഇതൊക്കെ ഇല്ലാതാകുന്ന അവസ്ഥ വരണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഇനി വാർത്തകളിലേക്ക്. കൊലപാതക കവർച്ച കേസുകളിൽ തൊണ്ടി മുതൽ വീണ്ടെടുക്കാൻ പുതിയ മാർഗനിർദ്ദേശം വന്നു. തൊണ്ടി മുതൽ വീണ്ടെടുക്കുമ്പോൾ ഇനി മുതൽ 2 മകസറും സ്വതന്ത്ര സാക്ഷിമൊഴികളും വേണം. സുപ്രീം കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിലാണ് DGPയുടെ പുതിയ സർക്കിൾ വന്നത്. അജീഷ് ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, പറയൂ. SK, ഈ 2022 സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വരുന്നത്. അതായത് നന്ദലാൽ ഭാരതി വെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ്, ഈ കേസിലായിരുന്നു ഒരു നിർണായക നിരീക്ഷണം സുപ്രീം കോടതി നടത്തി. അതായത് അന്ന് ഉത്തർപ്രദേശ് പോലീസ് ഈ സാക്ഷികളുടെ സാന്നിധ്യമില്ലാതെ കണ്ടെടുത്ത തൊണ്ടി മുതലുകൾ ഇത് തെളിവായി പരിഗണിക്കാനാകില്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ട് ഈ പ്രതിയെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ DGP പുതിയൊരു മാർഗനിർദ്ദേശം ഇറക്കിയിട്ടുള്ളത്. സാധാരണ പോലീസ് ഇത്തരത്തിലുള്ള ഗുരുതരമായ ക്രൈമുകൾ ഉൾപ്പെട്ടിട്ടുള്ള കേസുകൾ, അതായത് കൊലപാതക കേസുകൾ, കവർച്ച കേസുകളിലൊക്കെ ഈ തൊണ്ടി മുതൽ വീണ്ടെടുക്കുമ്പോൾ ഒരു സാക്ഷി ഒഴികെ ഒരു മഹസറുമാണ് തയ്യാറാക്കുന്നത്. ഇനി മുതൽ അങ്ങനെയല്ല വേണ്ടത്. 2 സ്വതന്ത്ര സാക്ഷിമൊഴികളും വേണം, 2 പ്രത്യേക മഹസറുകളും തയ്യാറാക്കണം. ഉദാഹരണത്തിന് ഒരു കൊലപാതക കേസ് നടക്കുമ്പോൾ
പ്രതി താൻ ഉപയോഗിച്ച, അതായത് കൊല്ലാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഇന്ന സ്ഥലത്താണ് ഉപേക്ഷിച്ചതെന്ന് പോലീസ് ഉദ്യോഗസ്ഥനോട് വെളിപ്പെടുത്തുകയാണെങ്കിൽ ആ വെളിപ്പെടുത്തിയ കാര്യം 2 സാക്ഷിമൊഴികളുടെ മുന്നിലും വീണ്ടും ആവർത്തിക്കണം. അത് ഒരു മകസറിൽ തയ്യാറാക്കണം. അതിനുശേഷം ഈ തെളിവെടുപ്പിനായി പോകുമ്പോൾ ഈ തൊണ്ടി മുതലുകൾ വീണ്ടെടുക്കുന്ന സമയത്തും ഈ 2 സ്വതന്ത്ര സാക്ഷികളുടെ സാന്നിധ്യം ഉണ്ടാകണം. ഇത് പ്രത്യേക മകസറായി തയ്യാറാക്കുകയും വേണം. ഇത് വേണം കോടതിയിൽ ഹാജരാക്കേണ്ടത്. എന്നാൽ മാത്രമേ കോടതി ഇത് തെളിവായി പരിഗണിക്കുകയുള്ളൂ. ഇതാണ് ഈ പുതിയ മാർഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനം. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുതൽ കേരളത്തിലെ കേസുകൾ പോലീസ് അന്വേഷിക്കുക. ഓക്കെ, താങ്ക് യു അജയ് ജയകുമാർ. ബാബു എം പ്രസാദ് പറഞ്ഞ മാധ്യമങ്ങൾ ഈ ലഹരിക്കെതിരെ ചെയ്യാവുന്നതെല്ലാം ചെയ്യണം. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. ഇപ്പോൾ ഒരു സുപ്രധാന വാർത്ത വരുന്നുണ്ട്. നിർണായക നിയമഭേദഗതിയുമായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം രംഗത്ത് വരുന്നു. മോട്ടോർ വാഹന രേഖകളൊക്കെ തന്നെ ഡിജിറ്റലാക്കാൻ പോകുന്നു. പ്രധാന രേഖകളെല്ലാം ഡിജിറ്റലായി സൂക്ഷിച്ചാൽ മതിയെന്നാണ് പറയുന്നത്. വണ്ടികളുടെ രജിസ്ട്രേഷൻ, ഇൻഷുറൻസ്, ഫിറ്റ്നസ് ലൈസൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിജിറ്റലാകാൻ പോകുന്നു. അതോടെ ഇതിനുവേണ്ടി പൈസ വാങ്ങിക്കുന്ന ഏജന്റന്മാരൊക്കെ വെള്ളത്തിലാകുകയും ചെയ്യും. കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ പരിപാടി? മാർച്ച് 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും എന്നാണ് പറയുന്നത്. മോട്ടോർ വാഹന വകുപ്പിലെ എല്ലാ സേവനങ്ങളും ഡിജിറ്റലാകുന്നു എന്ന സന്തോഷം നിറഞ്ഞ വാർത്ത വരുന്നു. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. നാടിനെ നടുക്കിയ ക്രൂരത പോലീസിനോട് വിശദീകരിച്ച് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ പെൺസുഹൃത്ത് ഫർസാനെയും സഹോദരൻ അഫ്സാനെയും കൊലപ്പെടുത്തും മുമ്പ് മറ്റു കൊലപാതകങ്ങളുടെ വിവരങ്ങൾ ഇവരെ അറിയിച്ചിരുന്നുവെന്നാണ് മൊഴി. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാന കരഞ്ഞു ചോദിച്ചപ്പോഴാണ് അഫാൻ ചുറ്റിക കൊണ്ട് അവളെ അടിച്ചു വീഴ്ത്തിയത്. സൽമ ബീബിയെയും സാജിദയെയും കൊലപ്പെടുത്താനുള്ള കാരണങ്ങളും അഫാൻ പോലീസിനോട് പറഞ്ഞു. എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്നും കൊലപാതകത്തിന് പ്രകോപനം എന്തെന്നും പോലീസിനോട് പ്രതി അഫാൻ വിശദീകരിച്ചു. മാതാവ് ഷമിയ ആക്രമിച്ചതും സൽമ ബീവി, ലത്തീഫ്, ഭാര്യ സാജിദ ബീവി എന്നിവരെ കൊലപ്പെടുത്തിയതും വീട്ടിലെത്തിയ ഫർസാനയോട് അഫാൻ പറഞ്ഞു. ഫർസാനയെ കൊലപ്പെടുത്തും മുൻപ് സാമ്പത്തിക ബാധ്യതയും ഫർസാനയെ അറിയിച്ചു. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് കരഞ്ഞുകൊണ്ട് ഫർസാന ചോദിച്ചതിനു പിന്നാലെ ചുറ്റിക കൊണ്ട് ക്രൂരമായി അടിച്ചു വീഴ്ത്തി. കൊലപ്പെടുത്തും മുൻപ് സഹോദരൻ അഫ്സാനോടും ഇക്കാര്യങ്ങൾ പറഞ്ഞു. ഇരുവരെയും കൊലപ്പെടുത്താനുള്ള ധൈര്യം ലഭിക്കാനാണ് മദ്യപിച്ചതെന്നും പോലീസിന് അഫാന്റെ മൊഴി. കടബാധ്യതയ്ക്ക് കാരണം അമ്മയാണെന്ന് നിരന്തരം കുറ്റപ്പെടുത്തിയതാണ് സൽമ ബീവിയെ കൊലപ്പെടുത്താനുള്ള കാരണം. പുതിയ ബൈക്ക് വാങ്ങിയതിൽ ഉൾപ്പെടെ തന്നെ നിരന്തരമായി കുറ്റപ്പെടുത്തിയതാണ് ലത്തീഫിനോടുള്ള വൈരാഗ്യം. ലത്തീഫിന്റെ ഭാര്യ ഷാജിദ ബീവിയെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യമുണ്ടായിരുന്നില്ല. ലത്തീഫിന്റെ കൊലപാതക വിവരം പുറത്തു പറഞ്ഞാൽ തുടർ കൊലപാതകങ്ങൾ തടസ്സപ്പെട്ടാലോ എന്ന് കരുതി സാജിദയെയും കൊലപ്പെടുത്തി. ഇതാണ് പാങ്ങോട് പോലീസിന് അഫാൻ നൽകിയ മൊഴി. എന്നാൽ അന്വേഷണ സംഘം ഈ മൊഴികൾ പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. ബാബു പറയുന്നത് SKN അവാർഡ് തുക 10,000 രൂപ. ഇന്ന് സംസ്ഥാന ടെലിവിഷൻ അവാർഡ് തിരുവനന്തപുരത്ത് വിതരണം ചെയ്തേയുള്ളൂ. അതിൽ എനിക്ക് കിട്ടിയ അവാർഡിൻ്റെ 10,000 രൂപ പ്രേക്ഷകരായ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെലവ് ചെയ്യണം. ചിലവായി പോകണോ ഫലമായി പോകണോ എന്നുള്ള കാര്യം ഞാൻ ആലോചിക്കില്ല. മിനി ബാബു കഴിഞ്ഞ കുറച്ചധികം കാലമായി ഇത്തരം അവാർഡ് തുകകളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഏതെങ്കിലും ചാരിറ്റി കാര്യത്തിന് കൊടുക്കുകയാണ്. ഈ 10,000 രൂപയും ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് മാറ്റും. അത് 24 കണക്ട് വഴി നമ്മളത് പാവങ്ങൾക്കായിട്ട് ചിലവാക്കുകയും ചെയ്യും. അതിൽ താങ്കൾക്ക് വിഷമിക്കേണ്ട. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇന്നു മുതൽ വാർത്താമഴ ഈ പരിപാടി കഴിഞ്ഞാൽ വാർത്താമഴയാണ്. 1 മണിക്കൂർ ദൈർഘ്യത്തിലാണ് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. വാർത്താമഴ അതിൻ്റെ പഴയകാല പ്രതാപം വീണ്ടെടുക്കുന്നു. എസ് വിജയകുമാർ അവതരിപ്പിക്കും. ഈ പരിപാടി കഴിഞ്ഞാൽ വിജയകുമാർ നമുക്കൊപ്പം ചേരും 1 മണിക്കൂർ ദൈർഘ്യമുള്ള വാർത്താമഴ അവതരിപ്പിക്കാൻ. നീ വാൽകൃഷ്ണൻ. ഡോക്ടർ ശശി തരൂർ വിഷയമാണ് ഇന്നത്തെ ഡൽഹി ചർച്ചയ്ക്ക് മുമ്പും സംസ്ഥാന കോൺഗ്രസിൽ അലയടിച്ചത്. മുറുമുറുപ്പുള്ള ചില നേതാക്കൾ പരസ്യപ്രകടനവുമായി രംഗത്ത് വന്നു. നമ്മുടെ ചായക്കടയിലെ ഇന്നത്തെ ചർച്ചാ വിഷയവും തരൂരാണ്. കാണാം അഫ്സലിൻ്റെ വാൽകൃഷ്ണൻ. അങ്ങനെ കോൺഗ്രസിന് ഊർജം ഉണ്ടാക്കാൻ വേണ്ടി നേതാക്കൾ തല പുകന്നെ ആലോചിക്കുകയാണ്. ഊർജം ഉണ്ടാവുമെന്നാണ് സംശയം. ഊർജം ഉണ്ടല്ലോ, ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് ഊർജം ഉണ്ട്. അപ്പൊ ഊർജം റെഡിയാണ്. ഇനിയിപ്പോ എന്താ വേണ്ടത്? കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ തന്നെ ഐക്യത്തോടു കൂടിയാണ് പോണ്ടത്. അപ്പൊ നമുക്ക് ഐക്യല്ലേ സഹോദരന്മാരെ? എന്റെ സഹോദരങ്ങളെ ഐക്യം നല്ലവണ്ണം ഉണ്ട്. പിന്നെന്തിനാ ശശി തരൂർ ഇങ്ങനെ സങ്കടങ്ങൾ പറയണേ? അദ്ദേഹം തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് കിട്ടുമോ ഫോൺ? അദ്ദേഹം വിദേശത്താണ് കൂടുതൽ സമയം. തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണം. സാധാരണ ജനങ്ങളുടെ പരിപാടിയിൽ പോകണം. കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റിയിൽ പോകണം. കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയിൽ പോകണം. കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റിയിൽ പോകണം. PJ കുര്യൻ സാറ് കത്തിക്കയറി. അപ്പൊ ഊർജം ഇനിയും വേണോ തിരുവഞ്ചൂർ സാറേ? കുറച്ചുകൂടി അത്യുജ്വല ഊർജമായിട്ട് മാറണം. ഊർജത്തോടെ പ്രവർത്തിക്കാന് മൂപ്പർക്ക് കേരളത്തിക്ക് വരണമെന്ന് ഒരു താല്പര്യം ഉണ്ട് എന്നാണ് തോന്നുന്നത്. കേരളത്തിലെ നേതാവാണെങ്കിൽ ജനങ്ങളുടെ നേതാവാകണം.
ഒരു MP ആയി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ നേതാവാക്കത്തില്ല. ജനങ്ങളോട് ചേർന്ന് ജനങ്ങൾ പ്രവർത്തിക്കണം, പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കണം. അല്ല, അതിന് മൂപ്പർക്ക് ഇവിടെ പറ്റിയൊരു ചുമതല വേണമെന്നാ പറയണത്. എന്തിനാ അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവിനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഈ കഷായം കുടിപ്പിക്കുന്ന പോലെ എന്തിനാ? അപ്പൊ ഇവിടുത്തെ കഷായം മൂപ്പർക്ക് കിട്ടൂല. അതെന്താ മൂപ്പർ എങ്ങോട്ട് അണപ്പിക്കാത്തത്? അല്ലാതെ പുള്ളി കൂടുതൽ സമയം വിദേശത്താണെന്ന് ആർക്കറിയാൻ വയ്യാത്തത്. എത്ര കറണ്ടാ നോക്കി. എന്റെ വിദേശയാത്രയുടെ ഷെഡ്യൂൾ പോലും ഇദ്ദേഹത്തിന് മനപ്പാട്. തിരുവഞ്ചൂർ സാറ് കേട്ടല്ലോ, മൂപ്പര് ഫുൾ ടൈം പുറത്താണ്. പിന്നെ എന്തിനാ മൂപ്പർക്ക് ചുമതല കൊടുക്കണത്? അദ്ദേഹം പറയുന്നത് എന്താ? ഞാൻ പ്രഭാഷണം നടത്തും, പുസ്തകം വായിക്കും, അതൊക്കെയല്ലേ പറയുന്നത്. അല്ല, മൂപ്പർക്ക് നിങ്ങൾ ഇവിടുത്തെ കഷായം കൊടുക്കണില്ലല്ലോ, പിന്നെ പുസ്തകം വായിക്കല്ലാതെ എന്താ മൂപ്പര് ചെയ്യുക? ശശി തരൂരിനെ എവിടെ ഒഴിവാക്കിയെന്ന? ശശി തരൂരിനെ നമ്മളിവിടെ MP ആക്കി, നമുക്ക് ഭരണം കിട്ടിയപ്പോൾ ഉടനെ മന്ത്രിയാക്കി. അദ്ദേഹം രാജിവെച്ചിട്ട് ഒരു കോൺട്രവേഴ്സി വന്ന് രാജിവെച്ചു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഉടനെ മന്ത്രിയാക്കി. ഇവിടെ വന്നപ്പോൾ ഏറ്റവും നല്ല പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാനാക്കി. അല്ലാതെ പ്രതിപക്ഷത്തുള്ള ഒരു പാർട്ടി എന്താ ചെയ്യേണ്ടത്? അപ്പൊ മൂപ്പര സങ്കടത്തിന് ഒരു വിലയില്ലല്ലേ? അപ്പൊ ശശി തരൂരിന്റെ പരാതിക്ക് ഒരടിസ്ഥാനവുമില്ല. ശരി, എന്നാ അടിസ്ഥാനമുള്ള ഒരു സങ്കടം പറഞ്ഞാണ്. 2 ടേമായിട്ട് കേരളത്തിൽ ഭരണം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഓ, എന്താപ്പ ചെയ്യ? ആ സങ്കടം വല്ലാത്തൊരു സങ്കടമാണ്. പൊതുജനങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് കുഞ്ഞുങ്ങളെ? ഒരു കാര്യമില്ല. ആദ്യം മുഖ്യമന്ത്രി ആകാനുള്ള അടി നിർത്തിയിട്ട് ഒറ്റക്കെട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കി. കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ വികാരവും അറിയാവുന്ന നേതൃത്വമാണ് ഈ യോഗം വിളിച്ചിട്ടുള്ളത്. അപ്പൊ മേളിന്ന് തീരുമാനം വരട്ടെ അല്ലേ? എല്ലാം അപ് ടു ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് നിർത്താൻ പറയുന്ന ചർച്ചകൾ ഓരോ നേതാക്കളും പിന്നെയും പിന്നെ ഇങ്ങനെ തുടങ്ങുകയാണ്. ചർച്ച തുടങ്ങി വെച്ചവരോട് നിർത്താനാണോ പറഞ്ഞത്, അതോ ആ വിഷയത്തിൽ ഇനി ഒരു അക്ഷരം ആരും മിണ്ടരുത് എന്നാണോ പറഞ്ഞതെന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ ഹൈക്കമാൻഡിന് പ്രസ്താവന ഇറക്കാനേ സമയം ഉണ്ടാവുള്ളൂ. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു.